നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി നാളെ കോടതിയിൽ ഹാജരാക്കും. സന്ദീപ് വാര്യർ ഉൾപ്പെടെ കേസിൽ 5 പ്രതികൾ. 4ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ. MLA തേടി അന്വേഷണ സംഘം പാലക്കാട്. ഫ്ളാറ്റിൽ വിശദമായ പരിശോധന നടത്തി SIT. ഭ്രൂണഹത്യ നടത്താൻ രാഹുൽ നൽകിയത് ജീവന് ഭീഷണിയാകുന്ന മരുന്നുകളെന്ന യുവതിയുടെ മൊഴി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി. ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ 11 വരെ സമയം. കരട് പട്ടിക ഡിസംബർ 16-ന്, അന്തിമ പട്ടിക ഫെബ്രുവരി 14-ന്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ സമയപരിധി ബാധകം. കമ്മീഷൻ നടപടി. SIR ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെതിരെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൊണ്ടുപോകാൻ അപേക്ഷ നൽകിയപ്പോൾ അനുമതി നൽകി. ഗോവർദ്ധനെയും പോറ്റിയെയും പരിചയമുണ്ടെന്നും ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ പോയത് ഭക്തന്റെ ക്ഷണപ്രകാരമെന്നും തന്ത്രി. പ്രതികളെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷം. നാഷണൽ ഹെറാൾഡ് ഇടപാടിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പുതിയ കേസെടുത്ത ഡൽഹി പോലീസ്. സാം പിതോത്ര അടക്കമുള്ളവർ കൂട്ടുപ്രതികൾ. BJP സർക്കാരിന്റെ പ്രതികാര നടപടിയെന്ന കോൺഗ്രസ്. അഴിമതി കോൺഗ്രസിന്റെ മുഖമുദ്രയെന്ന BJP. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കം. ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലെ തീരദേശ മേഖലയിൽ കനത്ത നാശനഷ്ടം വിതച്ചു. 3 മരണം. തീരദേശ ജില്ലകളിൽ വ്യാപക കൃഷിനാശം. രാത്രിയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറും. തമിഴ്നാട്ടിലും വടക്കൻ ആന്ധ്രയിലും ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ മരണം 200 കടന്നു. ഇന്ത്യ കൂടുതൽ സഹായം എത്തിക്കും. സെനിയാർ, ഡിറ്റ്വ ചുഴലിക്കാറ്റുകളിൽ തകർന്നടിഞ്ഞ ഇന്തോനേഷ്യയും തായ്ലൻഡും മലേഷ്യയും. 600-ലേറെ മരണം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 17 റൺസിന്റെ ജയം. വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി. രോഹിത്തിനും KL രാഹുലിനും അർദ്ധ സെഞ്ചുറി. കുൽദീപ് യാദവിന് 4 വിക്കറ്റ്. കുവൈറ്റിൽ അനധികൃത ക്യാമ്പുകൾക്കെതിരെ നടപടി ശക്തമാക്കിയ അധികൃതർ. ആവശ്യമായ അനുമതികളില്ലാതെ പ്രവർത്തിച്ച ക്യാമ്പുകൾക്കെതിരെ നടപടി. ശുചിത്വവുമായി ബന്ധപ്പെട്ടും പൊതുയിടങ്ങൾ അനധികൃതമായി ഉപയോഗിച്ചതിനും 7 കേസുകൾ ചുമത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന കേസിൽ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാളെ രാവിലെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. സൈബർ അധിക്ഷേപത്തെ തുടർന്ന് യുവതി സമർപ്പിച്ച പരാതിയിലാണ് നടപടി. യുവതിയെ അപമാനിച്ചുവെന്ന ആരോപണത്തിൽ 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ, KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, ദീപ ജോസഫ് എന്നിവരും കേസിൽ പ്രതികളാണ്. അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തി സാമൂഹിക മാധ്യമത്തിലൂടെ അപമാനിച്ചു തുടങ്ങിയ പരാതികളാണ് നൽകിയിട്ടുള്ളത്. പീഡന കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു. CCTVയുടെ DVRന് ബാക്കപ്പ് കുറവായതിനാൽ പരാതിക്കാരി ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്നാണ് വിവരം. സാമൂഹ്യ മാധ്യമത്തിലൂടെ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെയും യുവതി പരാതി നൽകിയിട്ടുണ്ട്. പാലക്കാട് SP അടക്കമുള്ള പോലീസ് സംഘമാണ് രാഹുലിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത്. രാഹുലിന്റെ ഓഫീസ് സ്റ്റാഫിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. CCTVയുടെ DVRന് ബാക്കപ്പ് കുറവായതിനാൽ പരാതിക്കാരി ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്നാണ് വിവരം. ഫ്ളാറ്റിന് സമീപത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും SIT നീക്കം തുടങ്ങിയിട്ടുണ്ട്. പരാതിക്കാരിയുമായി പീഡനം നടന്ന ഫ്ളാറ്റിലെത്തി പോലീസ് മഹസർ രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തും. ഗർഭഛിദ്രത്തിന് രാഹുലിന്റെ സുഹൃത്ത് നൽകിയത് ജീവൻ അപകടത്തിലാക്കുന്ന മരുന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഭ്രൂണഹത്യയ്ക്ക് ശേഷം യുവതിക്കുണ്ടായത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണെന്നും പോലീസിന് വിവരം ലഭിച്ചു. യുവതിയുടെ ആരോഗ്യനില മോശമായിരുന്നുവെന്ന് ഡോക്ടർമാരുടെ മൊഴിയിലുമുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് വിലയിരുത്തൽ. അതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെ പരാതിക്കാരിയായ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായികളുടെ ഗ്രൂപ്പുകളിൽ നിന്ന് തുടർച്ചയായി സൈബർ ആക്രമണം ഉണ്ടാകുന്നതായാണ് റിപ്പോർട്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
വ്യാപക പ്രതിഷേധത്തിനിടെ SIR സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം അടക്കമുള്ള 12 സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയത്. പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ 11 വരെ ഫോം വിതരണം ചെയ്യാം. ഡിസംബർ 16-ന് കരട് പട്ടികയും ഫെബ്രുവരി 16-ന് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കേസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് എന്നതും ശ്രദ്ധേയമാണ്. കേരളം, തമിഴ്നാട് ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയത്. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 14-നാണ് പുറത്തുവിടുക. പട്ടികയിൽ നിന്ന് വിട്ടുപോയ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ ഈ സമയം ഉപയോഗിക്കാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നിലവിലുള്ള ഷെഡ്യൂളിൻ്റെ ഒരു ആഴ്ച നീട്ടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എല്ലാ സ്റ്റെപ്സ് ഓഫ് എനുമറേഷൻ SIRയുടെ എല്ലാ സ്റ്റെപ്സിലും ഒരു ആഴ്ച അഡീഷണൽ സമയം ലഭ്യമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പടക്കം നടക്കുന്നതിനിടെ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന് തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഡിസംബർ 9-നാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ്. വോട്ടെടുപ്പും കരട് പട്ടിക പ്രസിദ്ധീകരണവും ഒരേ ദിവസം വരുന്നതിലെ ആശങ്കയും രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചിരുന്നു. സമയപരിധി നീട്ടിയതോടെ BLOമാർക്ക് ഫോം വിതരണത്തിനടക്കം ഒരാഴ്ച കൂടുതൽ സമയം ലഭിക്കും. ഫോം പൂരിപ്പിച്ചു നൽകുന്നതിന് വോട്ടർമാർക്കും പുതിയ തീരുമാനം ആശ്വാസമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമെന്നാണ് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് SITക്ക് മൊഴി നൽകിയത്. കേസിൽ ഹൈക്കോടതി ഇടക്കാല റിപ്പോർട്ട് നൽകിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ദ്വാരപാലക പാളികൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ അനുമതി നൽകിയതെന്ന് കണ്ഠരര് മഹേഷ് മോഹനര് മൊഴി നൽകി. ഇതോടെ സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ നിലപാട് ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിലാക്കി. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കേസിലെ മറ്റൊരു പ്രതിയായ ഗോവർദ്ധനെയും ഭക്തർ എന്ന നിലയിൽ പരിചയമുണ്ടെന്ന് തന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വാതിലും കട്ടിളപ്പാളികളും കൂടി കൊണ്ടുപോകാനുള്ള അനുമതി തേടിയിരുന്നുവെന്നും എന്നാൽ ഇവയുടെ അറ്റകുറ്റപ്പണി സന്നിധാനത്ത് തന്നെ നടത്താനാണ് നിർദ്ദേശം നൽകിയതെന്നും മഹേഷ് മോഹനർ മൊഴി നൽകി. ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടും മഹേഷ് മോഹനര് വിശദീകരണം നൽകി. പൂജകൾക്കായി ക്ഷണിക്കുമ്പോൾ പോകാറുണ്ട്. ഭക്തനെന്ന നിലയിൽ ഗോവർദ്ധനെ അറിയാമായിരുന്നുവെന്നും അതിനാലാണ് പോയതെന്നുമാണ് മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നത് SITയുടെ പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിൽ ഇടക്കാല റിപ്പോർട്ടിന് ശേഷമാകും തീരുമാനമെടുക്കുക. മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതും വൈകാനാണ് സാധ്യത. സന്നിധാനത്ത് നിന്നും ശേഖരിച്ച സ്വർണ്ണ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം അന്വേഷണത്തിൽ നിർണായകമാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി തന്ത്രിയുമായുള്ള ബന്ധം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നാഷണൽ ഹെറാൾഡ് കേസിൽ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം പുതിയ FIR ഫയൽ ചെയ്തു. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരുൾപ്പെടെ 6 പേർക്കെതിരെയാണ് FIR. പാർലമെന്റ് സമ്മേളനത്തിന്റെ ശ്രദ്ധ തിരിക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. അതേസമയം അഴിമതി കോൺഗ്രസിന്റെ DNA അടങ്ങിയിരിക്കുന്നുവെന്നാണ് BJPയുടെ വിമർശനം. നാളെ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് നാഷണൽ കേസുമായി ബന്ധപ്പെട്ട പുതിയ FIRന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് FIR ഫയൽ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, സാം പിത്രോഡ എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് FIR. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ച അസോസിയേറ്റ് ജേർണലുമായി ബന്ധപ്പെട്ട 2000 കോടി രൂപയുടെ ക്രമക്കേടിലാണ് FIR. സാമ്പത്തിക ഇടപാടിലെ ഗൂഢാലോചനയിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കാളിത്തമുള്ള യങ് ഇന്ത്യ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് കേസിന്റെ ആധാരം. ഷെൽ കമ്പനികളുടെ മറവിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് BJP MP സുബ്രഹ്മണ്യ സ്വാമിയാണ് EDക്ക് പരാതി നൽകിയത്. ഓഹരികളിൽ അധികവും കോൺഗ്രസ് നേതാക്കൾ കൈവശം വച്ചിരുന്നുവെന്നും വായ്പയ്ക്ക് പകരമായി അസോസിയേറ്റ് ജേർണലിന്റെ വസ്തുക്കൾ കൈവശപ്പെടുത്തിയെന്നുമാണ് അന്വേഷണ സംഘം ആരോപിക്കുന്നത്. അതേസമയം SIR, വോട്ട് കൊള്ള, ഡൽഹി ഭീകരാക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് വഴിതിരിച്ചു വിടാനാണ് നാഷണൽ ഹെറാൾഡ് കേസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും എന്ന് പറയുന്നത് വ്യക്തമായിട്ടും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഏജൻസികളാണ്. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് എന്താണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CBI ഒരു ഭാഗത്ത്, ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു ഭാഗത്ത്. ഇപ്പോൾ SIR എക്സസൈസ് നിങ്ങൾ
എന്തുകൊണ്ടും ചർച്ചയാവാത്തത്? ഇന്ത്യൻ ഡെമോക്രസി വളരെ കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ മുന്നേറ്റമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കും. ഈ കേസൊന്നും കൊണ്ട് പേടിപ്പിക്കേണ്ട കാര്യമില്ല. അന്വേഷണ ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുന്നുവെന്നും കോൺഗ്രസ് പറയുന്നു. എന്നാൽ അഴിമതിയാണ് കോൺഗ്രസിന്റെ മുഖമുദ്ര എന്ന് BJP ആരോപിക്കുന്നു. ഏതായാലും സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് നാഷണൽ ഹെറാൾഡ് ഉയർത്തിയായിരിക്കും BJP പ്രതിരോധമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം ചേർന്നു. ക്രിയാത്മക ചർച്ചകൾ ഉണ്ടാകണമെന്നും പാർലമെന്റ് നടപടികളോട് സഹകരിക്കണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. വിശദമായ ചർച്ചകളിലൂടെ മാത്രമേ ബില്ലുകൾ പാസാക്കാൻ പാടുള്ളൂവെന്ന് പ്രതിപക്ഷ നേതാക്കൾ അറിയിച്ചു. നാളെ മുതൽ ഡിസംബർ 19 വരെയാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ദിവസങ്ങൾ വെട്ടിച്ചുരുക്കി. 14 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന സമ്മേളന കാലയളവിൽ ആണവോർജം, വാണിജ്യ സുരക്ഷ, ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നിവയുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ 10 ബില്ലുകൾ അവതരിപ്പിക്കും. ആദ്യ ദിനങ്ങളിൽ SIR, വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം എന്നിവയിൽ പ്രത്യേക ചർച്ച നടക്കും. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുത്തു. സമ്മേളന നടപടികളുമായി സഹകരിക്കാമെന്നും എന്നാൽ ചില വിഷയങ്ങളിൽ പ്രതിഷേധം ഉയർത്തുമെന്നും പ്രതിപക്ഷം അറിയിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. कुछ नेताओं ने ये कहा कि SIR को लेकर के सदन में हंगामा कर सकता है, ये कहा है. मैंने पॉजिटिव तरीके से ये आपके सामने में आपके माध्यम से कह रहा हूं कि ऑपोजिशन का बात हम सुनने के लिए तैयार है, लेकिन कोई भी मुद्दा आप रखना चाहता है, अगर दूसरे पार्टी उसको सहमत नहीं है तो आप पार्लियामेंट चलने नहीं देंगे, ये नहीं कहना चाहिए. क्योंकि पार्लियामेंट सबका है, देश का है. पार्लियामेंट में हर इशू का चर्चा करने का एक तरीका होता है, रूल होता है, कन्वेंशन होता है. ചെങ്കോട്ട ഭീകരാക്രമണം, വോട്ടുകൊള്ള, SIR അടക്കമുള്ള വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായ വിമർശനങ്ങളും പാർലമെന്റിൽ ഉയരും. We have said that allocate more time for the opposition. If you see that 100%, 70% times are taken by the Treasury bench and this government. Question hours to 0 hours, etc., etc., etc. In a floor of parliament is a floor of the opposition, not of the government, and that is well recognized parliamentary practice over the world. But here we have reduced the time allocation is 30% to the opposition, 70% is the Treasury bench. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ ബീഹാർ വിജയം, നാഷണൽ ഹെറാൾഡ് എന്നിവ ഉയർത്തി നേരിടാനായിരിക്കും ഭരണപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കാർഷിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ലോകത്തിനു തന്നെ മാതൃകയാകാൻ ഇന്ത്യക്ക് കഴിയുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 128ാം ഭാഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യധാന്യ ഉൽപാദന രംഗത്ത് മികച്ച നേട്ടമാണ് കഴിഞ്ഞ 10 വർഷമായി രാജ്യം കൈവരിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ് നടത്താൻ രാജ്യത്തെ തിരഞ്ഞെടുത്തു. ഇത് രാജ്യത്തിന്റെയും ജനങ്ങളുടെയും വലിയ നേട്ടമാണ്. കായിക രംഗത്ത് മികച്ച നേട്ടമാണ് രാജ്യം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കായിക സംസ്കാരം നമുക്ക് മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ ദിനം ആചരിച്ചതും രാമക്ഷേത്രത്തിലെ ധ്വജാരോഹണവും വന്ദേമാതരത്തിന്റെ 150ാം വാർഷികവും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സൂചിപ്പിച്ചു. ടിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നു. 3 മരണം റിപ്പോർട്ട് ചെയ്തു. ശ്രീലങ്കയിൽ മരണസംഖ്യ 200 കടന്നു. 78,000-ഓളം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിൽ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തഞ്ചാവൂരിലും തൂത്തുക്കുടിയിലും വീടിന്റെ ചുവരിടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. മയിലാടുതുറയിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണ് പ്രതാപ് എന്ന യുവാവ് മരിച്ചു. 150-ലേറെ കന്നുകാലികൾ ചത്തതായും 234 വീടുകൾ തകർന്നതായും തമിഴ്നാട് റവന്യൂ മന്ത്രി അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ കനത്ത മഴയിൽ വ്യാപക കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തത്. നാഗപട്ടണത്തും മയിലാടുതുറയിലും രാമനാഥപുരത്തും 1000-ലേറെ ഹെക്ടർ കൃഷിഭൂമിയിൽ വെള്ളം കയറി. മഴയും കാറ്റും ശക്തമായതോടെ ബീച്ചുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. ശ്രീലങ്കയിലേക്കുള്ള വിമാനങ്ങളടക്കം ചെന്നൈയിൽ നിന്നുള്ള 50-ലധികം സർവീസുകൾ റദ്ദാക്കി. ശ്രീലങ്ക വിട്ട് ഇന്ത്യൻ തീരത്തോടടുത്ത ഡിറ്റ്വ ദുർബലമായി അതിതീവ്ര ന്യൂനമർദ്ദമായി. വടക്കൻ തമിഴ്നാട് തീരത്ത് നിന്ന് 25 മുതൽ 50 കിലോമീറ്റർ അകലെയായി ബംഗാൾ ഉൾക്കടലിലൂടെ ആന്ധ്ര തീരത്തേക്ക് ഡിറ്റ്വ നീങ്ങുകയാണ്. ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ കനത്ത നാശമാണ് റിപ്പോർട്ട് ചെയ്തത്.
മരണസംഖ്യ 200 കടന്നു. ഒട്ടേറെ പേരെ കാണാതായി. 78,000-ഓളം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒട്ടേറെ വീടുകൾ തകർന്നു. റോഡ് ഗതാഗതം താറുമാറായി. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. പലയിടത്തും അധികൃതർക്ക് അവിടെ എത്താനും കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക് അമൃത TV. കുവൈറ്റിൽ അനധികൃത ക്യാമ്പുകൾക്കെതിരെ നടപടി ശക്തമാക്കി മുനിസിപ്പാലിറ്റി അധികൃതർ. ആവശ്യമായ അനുമതികളില്ലാതെയും നിശ്ചിത ക്യാമ്പിംഗ് സ്ഥലങ്ങൾ പാലിക്കാതെയും പ്രവർത്തിച്ച ക്യാമ്പുകൾക്കെതിരെയാണ് നടപടി. ആഭ്യന്തര മന്ത്രാലയം, ഫയർഫോഴ്സ്, പരിസ്ഥിതിയുടെ പൊതു അതോറിറ്റി എന്നിവയുടെ ഏകോപനത്തോടെയാണ് പരിശോധന ശക്തമാക്കിയത്. ദക്ഷിണ മേഖലയിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ടും പൊതുയിടങ്ങൾ അനധികൃതമായി ഉപയോഗിച്ചതിനും അധികൃതർ 7 കേസുകൾ ചുമത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ക്യാമ്പിംഗ് നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ 167 ക്യാമ്പ് സെറ്റുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് സ്റ്റേജിൽ ഒരു പാട്ട് പാടാൻ കഴിയില്ലെന്ന് സംഗീത സംവിധായകൻ AR റഹ്മാൻ. സാങ്കേതിക വിദ്യകൾ സംഗീതത്തിന് ഉപകരിക്കുമെങ്കിലും പാട്ടിനോ പകരമാകാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് ബുർജിയൽ ഹോൾഡിംഗ്സിന്റെ നേതൃത്വത്തിൽ റഹ്മാന്റെ സംഗീതത്തിൽ തയ്യാറാക്കിയ സംഗീത ആൽബം പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ പ്രമുഖ ഭക്ഷ്യോൽപ്പന്ന ബ്രാൻഡായ ടൈഗർ ഫുഡ്സ് UAE വിപണിയിലേക്ക് എത്തുന്നു. ചായ് ഡ്രോപ്സ്, നാച്ചുറൽ ഫുഡ് കളേഴ്സ്, ലിക്വിഡ് സീസണിംഗ് എന്നീ 3 ഉൽപ്പന്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ UAEയിൽ അവതരിപ്പിക്കുന്നത്. ദുബായിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ടൈഗർ ഫുഡ്സ് പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. UAEയിലെ പ്രമുഖ പ്രാദേശിക വിതരണ ശൃംഖലയായ അബ്രേക്കായുമായി ചേർന്നാണ് ടൈഗർ ഫുഡ്സ് UAEയിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നത്. ടൈഗർ ഫുഡ്സ് ഇൻഗ്രീഡിയൻസ് ഉടമയും CEOയുമായ വൈ മുഹമ്മദ് ഷിബിൻ, ചീഫ് സ്ട്രാറ്റജി ഓഫീസറും ഉപദേഷ്ടാവുമായ സിക്കന്ദർ ഖാൻ, അബ്രേക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CEO മുഹമ്മദ് ഷാജി, മുഹമ്മദ് അഫ്ഫാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കുവൈറ്റിൽ ഈ വർഷം 85,60,000-ഓളം പേർ സന്ദർശകരായി എത്തിയതായി റിപ്പോർട്ട്. CEO വേൾഡ് മാഗസിൻ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മികച്ച 10 അറബ് രാജ്യങ്ങളിലും ഈ വർഷം കുവൈറ്റ് ഇടം നേടിയതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ വർഷം ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ സന്ദർശിച്ച അറബ് രാജ്യങ്ങളിൽ കുവൈറ്റ് 7ാം സ്ഥാനത്തും ഇടം പിടിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ കുവൈറ്റ് 49ാം സ്ഥാനത്ത് എത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. കുവൈറ്റിലെ വിനോദസഞ്ചാര മേഖലയിലെ വരുമാനം ഈ വർഷം അവസാനത്തോടെ ഏകദേശം $113 കോടി ഉയരുമെന്ന് കുവൈറ്റ് ഡയറക്ടഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അതോറിറ്റി പ്രവചിച്ചിരുന്നു. 2021 ഇത് $52.2 കോടി ആയിരുന്നു. സൗദി അറേബ്യ 2 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ചു. സാരി പദ്ധതിയുടെ ഭാഗമായി ഉമ്മുൽ ഖുറ, അമീർ സുൽത്താൻ എന്നീ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത റദാസ്കോപ്പ്, ഉഫ എന്നീ ഉപഗ്രഹങ്ങളാണ് വിജയകരമായി വിക്ഷേപിച്ചതെന്ന് സൗദി ബഹിരാകാശ ഏജൻസി വ്യക്തമാക്കി. സാരി പദ്ധതിയിലെ ഉപഗ്രഹ നിർമ്മാണ മത്സരത്തിൽ 42 സൗദി സർവകലാശാലകളും 480 വിദ്യാർത്ഥി സംഘടനകളുമാണ് പങ്കാളികളായത്. അമീർ സുൽത്താൻ സർവകലാശാലയിലെ റൗദാസ്കോപ്പ് ടീം വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹം പാരിസ്ഥിതിക സംരക്ഷണ പദ്ധതികളെ പിന്തുണയ്ക്കുന്നുവെന്നും മൊബൈൽ ഫോൺ സുസ്ഥിര കണക്ടിവിറ്റി വിദൂര പ്രദേശങ്ങളിൽ ഉറപ്പാക്കുന്നതുമാണ്. ലോ പവർ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സാങ്കേതികവിദ്യ ഉൾച്ചേർന്നതാണ് ഈ ഉപഗ്രഹം. കുവൈറ്റിൽ മലയാളി യുവാവ് മരണമടഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ പെണ്ണുക്കര സ്വദേശി പുളിപ്പാറമോടയിൽ കിഴക്കേതിൽ ശരത് ഗോപാലാണ് മരണമടഞ്ഞത്. 35 വയസ്സായിരുന്നു. പോർട്ടോകോള വാലറ്റ് പാർക്കിംഗ് സർവീസസിൽ ഡ്രൈവറായിരുന്നു. 3 മാസമായി കുവൈറ്റിലെത്തിയിട്ട് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. കുവൈറ്റിൽ വളർത്തുമൃഗങ്ങളുടെ വാണിജ്യ ഇറക്കുമതി നിരോധിച്ചു. തെരുവുനായകളും പൂച്ചകളും പെരുകിയതോടെ നിയന്ത്രണ നടപടികളുടെ ഭാഗമായാണ് വളർത്തുമൃഗങ്ങളുടെ വാണിജ്യ ഇറക്കുമതി നിരോധിച്ചത്. പൊതു അതോറിറ്റി ഫോർ അഗ്രികൾച്ചർ അഫയേഴ്സ് ആൻഡ് ഫിഷ് റിസോഴ്സസ് ആണ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. വാണിജ്യ വ്യാപാരത്തിനായി നായ്ക്കളെയും പൂച്ചകളെയും ഇറക്കുമതി ചെയ്യുന്നത് അതോറിറ്റി നിരോധിച്ചതായും എന്നാൽ വർദ്ധിച്ചുവരുന്ന തെരുവ് മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കർശന നടപടിക്രമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും കീഴിൽ പ്രതിവർഷം ഒരു നായയെ മാത്രം ഇറക്കുമതി ചെയ്യാൻ പൗരന്മാർക്ക് അനുവാദമുണ്ടെന്നും അതോറിറ്റി സൂപ്പർവൈസർ ഡോക്ടർ അഹമ്മദ് അൽ ഹമദ് പറഞ്ഞു. ജിദ്ദയിൽ ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാഴ്ത്തി KPL സീസണ് സമാപനമായി. ജിദ്ദയിൽ നടന്ന KPL സീസൺ
9-ൽ വയനാട് പാന്തേഴ്സിന് ത്രസിപ്പിക്കുന്ന ജയം. 6 റൺസിനാണ് വയനാട് പാന്തേഴ്സ് തൃശൂർ കൊടിമരത്തെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത 7 വിക്കറ്റ് നഷ്ടത്തിൽ 156 റൺസ് നേടിയ വയനാട് പാന്തേഴ്സിനെ പിന്തുടർന്നെത്തിയ തൃശൂർ കൊടിമരത്തിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. വയനാടിന്റെ നിഷാദാണ് കളിയിലെ കേമൻ. ടൂർണമെന്റിലെ മികച്ച ബാറ്റ്സ്മാനായി തൃശൂർ കൊടിമരത്തിന്റെ ഹാരിസനെ തിരഞ്ഞെടുത്തു. മികച്ച ബോളർ JCC ട്രാവൻകൂറിന്റെ അൻവറിനെയും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി ICC ട്രാവൻകൂറിന്റെ ഫായിസിനെയും തെരഞ്ഞെടുത്തു. വിജയികൾക്ക് കേരള എഞ്ചിനീയേഴ്സ് ഫോറം ഫൗണ്ടർ ഇക്ബാൽ പൊക്കുന്ന ട്രോഫി വിതരണം ചെയ്തു. അജ്മൽ അജു കമന്റേറ്ററായിരുന്നു. ഷാനവാസ്, സ്നേഹക്കോട്, ഹസൻ എന്നിവർ മത്സരം നിയന്ത്രിച്ചു. ഷമീർ ഷാജഹാൻ സ്കോറിംഗ് നടത്തി. സൗദിയിൽ മക്കയിലെ പർവ്വത പ്രദേശത്തെ നിർമ്മാണ സ്ഥലത്ത് കൂറ്റൻ പാറ ഉരുണ്ടുവീണ ടിപ്പർ ലോറി തകർന്നു. ടിപ്പർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മക്കയിലെ നിർമ്മാണ സ്ഥലത്ത് ബുൾഡോസറുകൾ ഉപയോഗിച്ച് മല നിരത്തുന്നതിനിടെ പാറ മുകളിൽ നിന്ന് ഉരുണ്ടുവന്ന താഴ്ഭാഗത്തായി ഇട്ടിരുന്ന ടിപ്പറിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകടത്തിൽ ടിപ്പറിന്റെ പിൻവശം ഏറെക്കുറെ പൂർണ്ണമായി തകർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ രാഷ്ട്രീയ തരംഗമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. റിബലുകൾ കുറവാണ്, പാർട്ടിയും UDFും ഒറ്റക്കെട്ടാണ്. 2010-ൽ താൻ KPCC പ്രസിഡന്റായപ്പോൾ 70% സീറ്റ് നേടാനായി. ഇത്തവണയും ആ ട്രെൻഡ് ആവർത്തിക്കും. അതിൽ കൂടുതൽ സീറ്റുകൾ UDF നേടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെടുകയാണ്. വളരെ ആത്മവിശ്വാസത്തോടെ UDF പ്രവർത്തകന്മാർ ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്താണ്. ഈ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കുറവ് റിബലുകളുള്ളത്. ഓരോ ജില്ലയിലും 2, 3 അല്ലെങ്കിൽ 5, 6, 10 കൂടുതൽ റിബലുകൾ പലർക്കുമില്ല. ശബരിമല സ്വർണ്ണ കവർച്ചയുടെ പ്രത്യാഘാതം ഈ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് UDF സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വേവ് UDFന് അനുകൂലമായിട്ട് ഉണ്ട്. ജനങ്ങളിൽ കുറച്ചായില്ലേ ഇനിയൊരു മാറ്റം വേണം, ഈ സ്ഥിതി പറ്റൂല എന്നുള്ള ഒരു ചിന്ത അത് നല്ലപോലെ ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ വലിയ വ്യത്യാസം വലിയ ഇൻഡിക്കേഷനാണ്. അങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ അപരനാമങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗിക്കുന്നത് പതിവാണ്. എന്നാൽ വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ നായക കഥാപാത്രമായ മാമച്ചന്റെ പേരിൽ ഇലക്ഷൻ പ്രചാരണം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഇടുക്കിയിൽ. ജയ്മോൻ നെടുവേലി എന്ന മാമച്ചനെ പരിചയപ്പെടാം. ഇടുക്കി കരുണാപുരം പഞ്ചായത്തിലെ 7ാം വാർഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയ്മോൻ നെടുവേലിയുടെ അപരനാമമാണ് CP മാമച്ചൻ. വെള്ളിമൂങ്ങ സിനിമ പുറത്തിറങ്ങിയപ്പോൾ മുതലാണ് ജയ്മോന് മാമച്ചൻ എന്ന പേര് വീണത്. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. വെള്ളിമൂങ്ങ സിനിമ ഇറങ്ങിയ സമയം നാട്ടിൽ ഒരു സംസ്കാര ചടങ്ങ്. ജയ്മോൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നേതാവ് റീത്തുമായി എത്തി. ഇതിനിടെ നേതാവിന് ഒരു ഫോൺ കോൾ വന്നു. നേതാവ് റീത്ത് ജയ്മോന്റെ കയ്യിൽ നൽകി. ഫോൺ സംഭാഷണം കഴിഞ്ഞ് നേതാവ് തിരികെ എത്തിയപ്പോഴേക്കും ജയ്മോൻ റീത്ത് മൃതദേഹത്തിൽ വെച്ചു. ഇതോടെ ഇദ്ദേഹം നാട്ടുകാരുടെ മാമച്ചനായി മാറി. എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും സജീവമായിട്ട് ഇറങ്ങി പൊതുപ്രവർത്തനമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ ഗ്രാമസഭ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മാമച്ച എന്ന് വിളിച്ചത് അത് പിന്നീട് പതിയെ നാട്ടിലെ ആളുകൾ മുഴുവനായി അത് ഏറ്റെടുത്തു. കൊച്ചുപിള്ളേരടക്കം നമ്മുടെ സ്വന്തം പേര് ജയ്മോൻ നെടുവേലി എന്നാണെങ്കിലും ആളുകൾ മാമച്ചൻ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ആളുകളോട് പറയുമ്പോൾ ആളുകൾ അറിയത്തുള്ളൂ. 7ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി തോമസ് കാരയ്ക്കനാണ്. BJP സ്ഥാനാർത്ഥി രജനി POയും. മാമച്ചന് വെല്ലുവിളി ഉയർത്തി എതിർ സ്ഥാനാർത്ഥികൾ രണ്ടും പ്രചരണവുമായി കളം നിറഞ്ഞിട്ടുണ്ട്. 2ാം അംഗത്തിൽ മാമച്ചനെ തറ പറ്റിക്കുമെന്നാണ് എതിർ സ്ഥാനാർത്ഥികൾ പറയുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള
സ്മൃതി ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം അമൃത ന്യൂസ് കോഴിക്കോട് ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്ക് സമ്മാനിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സിനിമാ സീരിയൽ താരം MR ഗോപകുമാറാണ് പുരസ്കാരം സമ്മാനിച്ചത്. കലാനിധി ചെയർപേഴ്സണും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഗീതാ രാജേന്ദ്രൻ കലാനിധി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കവി RK ദാമോദരൻ, ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye ശബരിമലയിൽ ഇന്ന് തിരക്ക് പൊതുവെ കുറവാണ്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവരിൽ 15% പേർ എത്താത്തതും സ്പോട്ട് ബുക്കിംഗ് 5000 മാത്രമായി കുറച്ചതുമാണ് തിരക്ക് കുറയാൻ കാരണം. പമ്പയിൽ നിന്ന് വന്നവർ കാത്തു നിൽക്കാതെ പടികയറി സുഖദർശനം നടത്തി. രാവിലെ 7:30 ഉഷപൂജ സമയത്ത് അരമണിക്കൂർ 18ാം പടി കയറുന്നതിൽ ചെറിയ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇന്നലെയും ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമായിരുന്നു. നീണ്ട ക്യൂ എവിടെയുമില്ലായിരുന്നു. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട്. നിലവിൽ നിലയ്ക്കലിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 7 കൗണ്ടറുകൾ വഴിയാണ് വെർച്വൽ ക്യൂ ഇല്ലാതെ എത്തുന്ന തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനത്തിന് അനുമതി നൽകുന്നത്. സ്പോട്ട് ബുക്കിംഗിലൂടെ സന്നിധാനത്ത് ദർശനം നടത്താൻ കഴിയുന്നവരുടെ എണ്ണം അതത് ദിവസത്തെ തിരക്കനുസരിച്ച് നിയന്ത്രിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 1ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 17 റൺസ് ജയം. വിരാട് കോഹ്ലിയുടെ തകർപ്പൻ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യ മികച്ച സ്കോർ നേടിയത്. രോഹിത് ശർമ്മയുടെയും ക്യാപ്റ്റൻ KL രാഹുലിന്റെയും അർദ്ധ സെഞ്ചുറിയും ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തായി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 349 റൺസ് എടുത്തു. എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ മറുപടി 49ാം ഓവറിൽ 332 റൺസിൽ അവസാനിച്ചു. ഇന്ത്യൻ ബൌളിംഗ് നിരയിൽ കുൽദീപ് യാദവ് 4 വിക്കറ്റുകൾ വീഴ്ത്തി. ഹർഷിത് റാണ 3-ഉം അർഷദീപ് സിംഗ് 2 വിക്കറ്റുകൾ വീഴ്ത്തി. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. പ്രീമിയർ ലീഗിൽ ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1-നെതിരെ 2 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്ററിന്റെ ജയം. ജോഷുവ സിക്സിയും മേസൺ മൗണ്ടുമാണ് ഗോളുകൾ നേടിയത്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.